കണ്ണൂർ നറിയംപാറയിലെ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യമുണ്ടായി. പെരിങ്ങത്തൂർ സ്വദേശി മുഹമ്മദ് തസ്ലീമാണ് മരിച്ചത്. ബൈക്ക് നിയന്ത്രണം വിട്ട വൈദ്യുതി തൂണിലിടിച്ച് തീപിടിക്കുകയായിരുന്നു. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, അമിത വേഗത്തിലായിരുന്നു വാഹനം. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? സ്മൃതി, ഇന്ന് രാവിലെയാണ് മട്ടന്നൂർ നരയൻപാറയിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും എത്തുകയായിരുന്ന ബൈക്ക് യാത്രക്കാരൻ ആദ്യം ഈ നിയന്ത്രണം വിട്ട് ബൈക്ക് സമീപത്തുള്ള വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ബൈക്കിൽ തീ പടരുകയും ചെയ്തു. ഈ ബൈക്കിൽ തീ പടരുന്ന ഘട്ടത്തിൽ ഈ ബൈക്ക് യാത്രക്കാരന് അവിടെ നിന്ന് മാറാനോ രക്ഷപ്പെടാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പൊള്ളലേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ അവിടെ നിന്ന് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ എത്തി തീ അണയ്ക്കുകയും ഈ പരിക്കേറ്റ അല്ലെങ്കിൽ പൊള്ളലേറ്റ വ്യക്തിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ പരിക്കേറ്റത് ആർക്കാണ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കാരണം അത്രയും ഗുരുതരമായ രീതിയിൽ തന്നെ ഇയാൾക്ക് പൊള്ളലേറ്റിരുന്നു. പിന്നീട് കണ്ണൂരിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ നിന്നും ചികിത്സയിൽ അല്ലെങ്കിൽ എത്തിച്ച ഉടനെ തന്നെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന ആളുടെ മരണം സംഭവിക്കുന്നത്. എന്തായാലും ദാരുണ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഈ ബൈക്കിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അമിത വേഗം കൊണ്ടാണോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും യാത്ര ചെയ്ത് നാട്ടിലേക്ക് എത്തുകയായിരുന്നു, പെരിങ്ങത്തൂരിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ക്ഷീണം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്നും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. പെരിങ്ങത്തൂർ സ്വദേശി മുഹമ്മദ് തസ്ലീം ഈ ബൈക്ക് അപകടത്തിൽ അതിൽ പൊള്ളലേൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ മരണപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.